കാപ്പ പ്രതിക്കൊപ്പം ആരോഗ്യമന്ത്രി മാലയിട്ട് CPM-ലേക്ക് സ്വീകരിച്ച യുവാവ് ഡ്രൈ ഡേയിൽ വിദേശ മദ്യശേഖരവുമായി അറസ്റ്റിലായി. കുമ്പഴ സ്വദേശി സുധീഷാണ് 7 ലിറ്റർ മദ്യവുമായി എക്സൈസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ജൂണിലാണ് കാപ്പ കേസ് പ്രതി ശരൺ ചന്ദ്രനൊപ്പം സുധീഷും CPM-ൽ എത്തിയത്. അഭിലാൽ വിവരങ്ങളുമായിട്ട്. അഭിലാൽ, എങ്ങനെയാണ് ഇയാളിലേക്ക് പോലീസ് എത്തിയത്? എവിടെ നിന്നാണ് പിടികൂടിയത്? വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാലകളിൽ നിന്നും അവിടുത്തെ വിലയ്ക്ക് വാങ്ങുന്ന മദ്യം വീട്ടിലോ ആവശ്യക്കാർ ആവശ്യപ്പെടുന്ന ഇടങ്ങളിലോ എത്തിച്ച് ഉയർന്ന വിലയ്ക്ക് നൽകി വരുന്ന ആളാണ് സുധീഷ് എന്നുള്ളതാണ് എക്സൈസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിശേഷിച്ച് വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാലകളും അതോടൊപ്പം തന്നെ ബാറുകളും അവധിയായി വരുന്ന ദിവസങ്ങളിലൊക്കെ ഈ തരത്തിൽ മുൻകൂട്ടി വാങ്ങിച്ച മദ്യം പ്രദേശത്ത് ഉയർന്ന വിലയ്ക്ക് നേരിട്ട് കച്ചവടം നടത്തുന്ന ആളാണെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസിൻ്റെ പരിശോധന. കോന്നി സർക്കിളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇന്നലെ വൈകുന്നേരം മലയാലപ്പുഴ മയിലാടുപാറയിൽ ഇയാൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന കെട്ടിടത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഉയർന്ന അളവിൽ മദ്യം ശേഖരം കണ്ടെത്തിയത്. 500 മില്ലി വീതം ഉൾക്കൊള്ളുന്ന 14 കുപ്പികളിലായി ഏറെക്കുറെ 7 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് കണ്ടെടുത്തിട്ടുള്ളത്. പലയിടങ്ങളിലായി ഇയാൾ ഇത്തരത്തിൽ കച്ചവടം നടത്തുന്നു എന്നുള്ള രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസിൻ്റെ നീക്കം. ഇയാളെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിലേക്ക് നീക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ നടത്തിവരികയാണ്. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് മലയാലപ്പുഴ മേഖലയിലെ ഇതര പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്നവർ അടക്കമുള്ള ഏറെക്കുറെ 62 പേരെ CPM അവരുടെ പാർട്ടിയുടെ ഭാഗമാക്കി മാറ്റിയത്. കുമ്പഴയിൽ ക്രമീകരിച്ച ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും അതോടൊപ്പം തന്നെ CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനും അടക്കം പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇവരെയൊക്കെ തന്നെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. കാപ്പ കേസ് പ്രതിയായിട്ടുള്ള ശരൺ ചന്ദ്രൻ അടക്കം ഉള്ള ആളുകൾ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ശരൺ ചന്ദ്രനെതിരെ കാപ്പ ഇല്ല എന്നുള്ള വിശദീകരണം CPM ജില്ലാ നേതൃത്വം നൽകിയിരുന്നെങ്കിൽ പോലും ജില്ലാ പോലീസ് മേധാവി അയാൾക്കെതിരായ കേസുകൾ നിലനിൽക്കുന്നു എന്ന് മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞ സാഹചര്യത്തിൽ മാത്രമാണ് പാർട്ടിയുടെ അവകാശവാദങ്ങൾ അസ്ഥാനത്തായത്. അതിനുശേഷം ഇത്തരത്തിൽ എത്തിയ സംഘത്തിൽപ്പെട്ട ഒരാളെ കുമ്പഴയിൽ എക്സൈസ് കഞ്ചാവുമായി പിടികൂടിയിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ഒരാൾ മദ്യശേഖരവുമായി പിടികൂടിയത്.